നമസ്കാരം. അൽ-നബീർ മെഡിക്കൽ ഗ്രൂപ്പ് വീക്കെൻഡ് അറേബ്യയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ നല്ല കാലം മണലാരണ്യത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ആദ്യകാല പ്രവാസികൾ. എന്നാൽ പ്രയാസം സഹിച്ചും കുടുംബത്തെ കൂടെ നിർത്തണമെന്നാണ് മധ്യവർഗ പ്രവാസികളിൽ ഏറിയ കൂറും ആഗ്രഹിക്കുന്നത്. അതേസമയം ഉയർന്ന വരുമാനക്കാർക്ക് മാത്രമായി ഫാമിലി വിസ നിജപ്പെടുത്താനാണ് ഒമാൻ്റെ തീരുമാനം. മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഏറെക്കുറെ അതേ പാതയിലാണ്. ഈ സാഹചര്യത്തിൽ മധ്യവർഗ പ്രവാസിയുടെ ധർമ്മസങ്കടങ്ങളെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. ഗൾഫിൽ കുടുംബത്തോടൊപ്പം കഴിയണമെന്ന പ്രവാസിയുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും തിരിച്ചടി നേരിടുകയാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുടുംബത്തെ കൊണ്ടുവരാൻ കാര്യമായ നിയന്ത്രണങ്ങളില്ലാതിരുന്ന ഒമാനിലെ ചിത്രവും മാറുകയാണ്. 5 വർഷം മുമ്പുവരെ കുടുംബത്തെ സ്പോൺസർ ചെയ്യാൻ ശമ്പളവും തസ്തികയും ഒമാനിൽ ഒരു പ്രശ്നമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വരുമാനക്കാരായ 10,000-കണക്കിന് പ്രവാസികൾ മുണ്ടുമുറുക്കി ഉടുത്താണെങ്കിലും കുടുംബത്തെ ഒപ്പം കൂട്ടിയിരുന്നു. ഒമാനിലെ കുറഞ്ഞ വാടക നിരക്കും അവർക്ക് അനുഗ്രഹമായി. എന്നാൽ 4 വർഷം മുമ്പ് കുടുംബ വിസ ലഭിക്കുന്നതിന് കുറഞ്ഞത് 350 റിയാൽ ശമ്പളം വേണമെന്ന നിയന്ത്രണം വന്നു. കഴിഞ്ഞയാഴ്ച ശമ്പള പരിധി 600 റിയാലാക്കി ഉയർത്തി. ഇതിനു പുറമെ ഉയർന്ന തസ്തികയിലുള്ളവർക്കേ കുടുംബ വിസ നൽകൂ എന്നും താമസ കുടിയേറ്റ വകുപ്പ് തീരുമാനിച്ചു. ഏകദേശം 7 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളുള്ള ഒമാനിൽ 80%-നും 500 റിയാലിൽ കൂടുതൽ ശമ്പളമില്ല എന്നതിനാൽ നിരവധി പ്രവാസികൾക്ക് കുടുംബജീവിതം സ്വപ്നമായി അവശേഷിക്കും. ഇവിടെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും 500 റിയാൽ കുറഞ്ഞ ശമ്പളം മാത്രമാണുള്ളത്. എന്നാലും ഒമാനെ പലരും തിരഞ്ഞെടുക്കുന്നത് ജീവിത ചെലവും വാടക ചെലവും ഒക്കെ കുറഞ്ഞതുകൊണ്ടാണ് പലരും ഒമാനിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം പലർക്കും കുടുംബത്തെ ഒമാനിൽ കൊണ്ടുവന്ന് കുടുംബമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇത് പുതിയ തലമുറയെ പ്രത്യേകിച്ചും അവരുടെ സ്വപ്നങ്ങളെ ബാധിക്കും. ഒമാനിലെത്തുന്ന പ്രവാസി കുടുംബങ്ങളുടെ സുരക്ഷിതത്വവും ക്ഷേമവും ഉറപ്പുവരുത്താനാണ് ഈ നടപടിയെന്ന് തൊഴിൽ വകുപ്പ് പറയുന്നു. ജീവിത ചെലവുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കുറഞ്ഞ വരുമാനക്കാർ കുടുംബത്തെ ഗൾഫിലെത്തിച്ച ശേഷം നിത്യവൃത്തിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സകൾക്കുമായി നെട്ടോട്ടമോടേണ്ടി വരുന്നു എന്നത് വസ്തുതയാണ്. ഫാമിലി വിസയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ വാടക കരാർ കൂടി സമർപ്പിക്കണമെന്ന നിയമവും ഇപ്പോൾ കർശനമാണ്. ഈ സാഹചര്യത്തിൽ രേഖകളിൽ ശമ്പളത്തിന്റെ തോത് മാറ്റി രേഖപ്പെടുത്തി മാത്രമേ ഇനി കുടുംബത്തിന് വിസ എടുക്കാൻ കഴിയൂ. രേഖകളിൽ 600 റിയാൽ ആക്കുകയാണ് ആദ്യം വേണ്ടത്. അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്, റെസിഡൻറ്റ് കാർഡ് എടുക്കുമ്പോൾ ലഭിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്, പാസ്പോർട്ടിൻ്റെ കോപ്പി, റെസിഡൻറ്റ് കാർഡിൻ്റെ കോപ്പി എന്നിവ ഉൾപ്പെടെ സനത് സെൻറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഫോമിൽ സ്പോൺസറുടെ സിഗ്നേച്ചർ ഉൾപ്പെടെ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. അപേക്ഷ കൊടുത്ത് നമ്മുടെ ശമ്പളം 350-ൽ നിന്നും 600 ആക്കിയതിന് ശേഷം മാത്രമാണ് ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുക. ഫാമിലി വിസയ്ക്ക് ഇപ്പോൾ വാടക കരാറിൻ്റെ കോപ്പി നിർബന്ധമായിട്ടും വേണമെന്നുള്ളൊരു നിയമം അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. മെച്ചപ്പെട്ട ജീവിതം തേടിയാണ് പലരും കടൽ കടന്ന് ഗൾഫിലെത്തുന്നത്. എന്നാൽ ഗൾഫിലെ ജോലിയും ശമ്പളവും മെച്ചമുള്ളതല്ലെങ്കിൽ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമായിരിക്കും ബാക്കിയെന്നതാണ് പുതിയ സാഹചര്യങ്ങൾ പ്രവാസിക്ക് നൽകുന്ന പാഠം.